അങ്ങനെ വീണ്ടും KSIDCക്ക് ഹൈക്കോടതിയുടെ വക നല്ല എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ്. KSIDCയിൽ നടന്ന റെയ്ഡിന് പിന്നാലെയായിരുന്നു അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി KSIDC കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ KSIDCക്ക് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തെങ്കിലും മറച്ചുവെക്കാനുണ്ടോ എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഹൈക്കോടതി അന്ന് KSIDCയോട് ചോദിച്ചത്. ഇപ്പോഴിതാ എക്സാലോജിക്ക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഹൈക്കോടതിയുടെയും നിരീക്ഷണം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം. അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും കോടതി KSIDCയോട് ചോദിച്ചു. അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി KSIDC കോടതിയെ അറിയിച്ചു. CMRLനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജിക്ക് കരാറിൽ CMRLനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിന് സമയം വേണമെന്ന് KSIDC പറഞ്ഞതിനാൽ ഹർജി ഈ മാസം 26-ലേക്ക് മാറ്റി. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും SFIOയും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അന്വേഷണത്തെ എതിർത്ത KSIDC നിലപാടിനെ കോടതി വിമർശിക്കുകയാണുണ്ടായത്. KSIDCയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളിലാണ് കോടതി ഇന്ന് വാദം കേട്ടത്. CMRLനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും KSIDC കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കാനും കോടതി ആവശ്യപ്പെട്ടു. ജനുവരി 31-നാണ് എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം SFIOയ്ക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. CMRLന്റെ ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയുമുണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയുടെ കമ്പനിക്ക് 1.72 കോടി രൂപ കൈമാറിയത് IT മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണെന്ന CMRLന്റെ മറുപടി തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. വകുപ്പ് 210 എടുത്ത കേസിൽ ഈ മാസം 8, 9 തീയതികളിൽ അന്വേഷണത്തിനെത്തുമെന്ന് KSIDCയെ അറിയിച്ചിരുന്നു. എന്നാൽ അന്വേഷണം SFIOയ്ക്ക് വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് 212 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന് പിന്നാലെ SFIO കഴിഞ്ഞ ദിവസം CMRLലും KSIDCയിലും പരിശോധന നടത്തി. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചിരുന്നു.